ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസ് 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ലാസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂൾ, അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂളിലെ ഫുൾ ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നോക്കിയാലോ. ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂൾ, ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 6 ഇംഗ്ലീഷ് പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക, അപ്പം നിങ്ങൾക്ക് അത് ലഭ്യമാകും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ആദ്യ ആക്ടിവിറ്റി, റീഡ് ദി സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. അമ്മ വാസ് ചേസിങ് ഹിം വിത്ത് എ ഹാഫ് ഫിനിഷ്ഡ് പ്ലേറ്റ് ഓഫ് ഉപ്പുമാവു. ഉണ്ണി, കമോൺ, ഫിനിഷ് ദിസ്. But Unnikutan was not interested, so Amma gave him a small glass of water to drink. That would wash down the small quantity of upumavu he had kindly consented to eat. ഇത് അമ്മ ഉണ്ണിക്കുട്ടന് ഉപ്പുമാവ് കൊടുക്കുന്നതിൻ്റെ ആ ഒരു കാര്യമായിട്ടുള്ള സെൻറ്റൻസ് ആണ് ഫ്രം ദി സ്റ്റോറി കേട്ടോ. സ്റ്റോറിയിൽ നിന്നുള്ളതാണ്. നമ്മുടെ ആക്ടിവിറ്റി അതല്ല. നമുക്ക് ചെയ്യേണ്ടത് റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് എബൌട്ട് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചിട്ട് കുറച്ച് സെൻറ്റൻസസ് നിങ്ങൾ എഴുതണം. യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ ഫോളോയിങ് ഹിൻസ്. തന്നിരിക്കുന്ന ഹിൻറ്റുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. അറ്റ് വാട്ട് ടൈം ഡു യു ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഏത് സമയത്ത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എന്നുള്ളത് അതിൽ ഉൾപ്പെടുത്തണം. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഡിഷ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ഉൾപ്പെടുത്തണം. ഹൂ പ്രിപ്പയർസ് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ യു, ഇതും നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം നമുക്ക് ആൻസർ നോക്കാം. ഐ ടേക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8:30 AM. മൈ ഫേവറേറ്റ് ഡിഷ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഇഡ്ഡലി ആൻഡ് ചമ്മന്തി. ഐ ഓൾസോ ലൈക്ക് ടു ഹാവ് എ മിൽക്ക് as part of my breakfast. It gives me strength until lunchtime for my studies as well as the outdoor games we play during the morning break. My mom is the one who prepares my breakfast. Sometimes when mommy is away from home, my elder sister does the job for me. My mother is a good cook. I thank God that I have a loving mother and sister who are willing to prepare good breakfast for me every day. ഡു യു ലൈക്ക് ഉപ്പുമാവു? വാട്ട് ഇൻഗ്രീഡിയൻസ് ആർ യൂസ് ടു മേക്ക് ദിസ് ഡിഷ്. നിങ്ങൾക്ക് ഉപ്പുമാവ് ഇഷ്ടമാണോ? ഉപ്പുമാവ് ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്? പ്രിപ്പയർ എ റെസിപ്പി. യു ക്യാൻ യൂസ് ദ ഫോളോയിങ് വേർഡ്സ്. നിങ്ങളൊരു റെസിപ്പി തയ്യാറാക്കുക. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് എഴുതാം. 1 കപ്പ് റവ, 1 കപ്പ് ഓഫ് റവ എഴുതിയിട്ടുണ്ട്. 2 കപ്പ് വാട്ടർ, ജിഞ്ചർ ഒരു സ്മോൾ പീസ്, ഗ്രീൻ ചില്ലി പച്ചമുളക് 1-2, ഓയിൽ 2 ടേബിൾ സ്പൂൺ, ഓണിയൻ 1, മസ്റ്റാർഡ് സീഡ്സ് കടുക് 1/2 ടീസ്പൂൺ, സോൾട്ട് നമുക്ക് ആവശ്യത്തിന്, കറി ലീവ്സ് എബൌട്ട് 10 ഇല. ഓക്കെ, ഇനി നമുക്കതിൻ്റെ അതെങ്ങനെ ചെയ്യുന്നു നോക്കാം. ആദ്യം റോസ്റ്റ് ദ റവ അൺടിൽ ഇറ്റ് ബിക്കംസ് ഗോൾഡൻ ബ്രൗൺ. അപ്പോൾ റവ ആദ്യം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഇളക്കുക. ഹീറ്റ് ദ ഓയിൽ ഇൻ എ പാൻ. പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ചോപ്പ് ദ ഗ്രീൻ ചില്ലീസ്, ഓണിയൻ, ജിഞ്ചർ ആൻഡ് കറി ലീവ്സ് ഫൈനലി. നമ്മൾ ഗ്രീൻ ചില്ലി, ഓണിയൻ, ജിഞ്ചർ, കറി ലീവ്സ് ഒക്കെ അരിയുക. അതിനുശേഷം ആണ് നമ്മൾ ശരിക്കും റവ റോസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ട്രാൻസ്ഫർ ദ റവ ടു എ പ്ലേറ്റ് ആൻഡ് കീപ്പ് ഇറ്റ് അസൈഡ്. ചൂടാക്കിയതിന് ശേഷം റവ മാറ്റി വെക്കുക. ദെൻ ഹീറ്റ് സം ഓയിൽ ഇൻ ദ പാൻ. ദെൻ നമ്മൾ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് സ്പ്ലട്ടർ ദ മസ്റ്റാർഡ് സീഡ്സ് ഇൻ ദ ഓയിൽ. ദെൻ കടുകിട്ട് പൊട്ടിക്കുക. ദെൻ അതിനുശേഷം ചോപ്പ്ഡ് ചില്ലീസ്, ഓണിയൻ, ജിഞ്ചറും കറി ലീവ്സും എല്ലാം നന്നായിട്ട് ക്രിസ്പി ആൻഡ് അറോമാറ്റിക് ആവണ വരെ ഇളക്കി കൊടുക്കുക. ആഡ് സം ബോയിലിംഗ് വാട്ടർ ഇൻ ടു ദ മിക്സ്. അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കുക. ദെൻ അതിന് ശേഷം ആ ചൂടുവെള്ളം ശരിക്കും ആവുമ്പോൾ നമ്മൾ ഈ ചൂടാക്കി വെച്ച വറുത്ത റവ അതിലേക്ക് കൊട്ടുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ആഡ് സോൾട്ട് as needed. Stir to ensure that the rava is mixed evenly. നന്നായിട്ട് ഇളക്കി കൊടുക്കുക റവ മിക്സ് ആവുന്ന വരെ. കവർ ദ പാൻ വിത്ത് എ ലിഡ് ആൻഡ് ലെറ്റ് ഇറ്റ് കുക്ക് ഓൺ ലോ ഹീറ്റ് ഫോർ അബൌട്ട് 3 to 5 minutes. എന്നിട്ട് അടച്ച് വെക്കുക 3 to 5 മിനിറ്റ് അത് വേവുന്ന വരെ. റവ വിൽ അബ്സോർവ് ദ വാട്ടർ ആൻഡ് സ്വെൽ അപ്പ്. റവ വെള്ളമൊക്കെ വലിച്ചെടുത്ത് കറക്റ്റായിട്ട് അത് വെന്തോളും. ടേൺ ഓഫ് ദ ഫ്ലെയിം. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക, തീ കെടുത്തുക. റിമൂവ് ദ ലിഡ് ആൻഡ് ജെന്റ്ലി ഫ്ലഫ് ദ ഉപ്പുമാവ് വിത്ത് എ ഫോർക്ക്. ആഡ് എ ടേബിൾ സ്പൂൺ ഓഫ് ഗീ. അതിന് ലാസ്റ്റ് നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇറ്റ് ഇസ് നൗ റെഡി ഫോർ സെർവിങ്. ഇതാണ് അതിൻ്റെ പ്രിപ്പറേഷൻ. അടുത്തത് രണ്ടാമത്തെ ആക്ടിവിറ്റി വരുന്നത് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആണ്. നമുക്ക് ഒരു സെൻറ്റൻസ് അവിടെ തന്നിട്ടുണ്ട്. അതിൽ നമുക്കിവിടെ ഓൺ, വിത്ത്, ഫോർ, ഫ്രം, ടു ഒക്കെ ബോൾഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ലുക്ക് അറ്റ് ദ വേർഡ്സ് ഇൻ ബോൾഡ്. ആ ബോൾഡിലുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഗ്രാമറാണ് അല്ലേ അത്.
ദേ ഷോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിലെ വേർഡ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് റിലേഷൻഷിപ്പിനെ കാണിക്കാനാണ് നമ്മൾ ഈ ഓണും വിത്തും ഫോറും ടൂവും ഫ്രം ഒക്കെ ഉപയോഗിക്കാം. അതേപോലെ ഈ താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് അങ്ങനെയുള്ളത് അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ read the paragraph given below and underline such words. One has been done for you. It was 7:30 in the morning. In ആണ് ആദ്യത്തെ വേർഡ്. Sun was shining brightly in the sky. In വന്നിട്ടുണ്ട്. And birds were flying over the trees. Over വരുന്നുണ്ട് അല്ലേ. Raja placed his books neatly on the table and kept his school bag beside the chair. Then he walked into the kitchen to have breakfast. His mother gave him a glass of milk and a plate with delicious idlis. After eating, he put on his uniform and walked to the bus stop. He waited for the school bus under a big tree. Okay, അപ്പോൾ ഇങ്ങനത്തെയൊക്കെയാണ് നമുക്ക് ആ വേർഡ്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നത്. അണ്ടർലൈൻ ചെയ്തത് ബിസൈഡൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നോട്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്തത് ഉണ്ണിക്കുട്ടൻ ഈസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് ഫുട്ബോൾ. ആഫ്റ്റർ സ്കൂൾ ഹി ഓൾവേസ് പ്ലേസ് ഫുട്ബോൾ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ ആ ഫുട്ബോൾ കളിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ റിലേഷൻഷിപ്പ് വേർഡ്സ് നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ദ പ്ലേയേഴ്സ് ആർ റണ്ണിങ് ആഫ്റ്റർ ദി ബോൾ. ദ ഫുട്ബോൾ ഈസ് ഓൺ ദ ഗ്രൗണ്ട്. ദ ഫുട്ബോൾ ഈസ് ഫ്ലൈയിങ് ഓവർ ദ ഗോൾ പോസ്റ്റ്. ദ പ്ലേയേഴ്സ് ആർ സ്റ്റാൻഡിങ് ഇൻ എ സർക്കിൾ. ഉണ്ണിക്കുട്ടൻ റൺസ് ടുവാർഡ്സ് ദി ഗോൾ പോസ്റ്റ്. സഞ്ജു ഈസ് പാസിംഗ് ദ ബോൾ ടു ഹിസ് ഫ്രണ്ട്. അപ്പം ഇത്രയാണ് ഇതിൽ വരുന്ന റിലേഷൻഷിപ്പ് വേർഡ്സ് കേട്ടോ. റൈറ്റ് എ പാരഗ്രാഫ് എബൌട്ട് എനി വൺ ഓഫ് ദ ഫോളോവിങ്. തന്നിരിക്കുന്നതിൽ ഏതിനെങ്കിലും ഒന്നിനെയും കുറിച്ചിട്ട് നിങ്ങൾ ഒരു പാരഗ്രാഫ് ഉണ്ടാക്കണം. സൈഡിൽ തന്നിരിക്കുന്ന ഇൻ, ഓൺ, ഓവർ, അറൗണ്ട്, ആഫ്റ്റർ, അണ്ടർ, ബിഹൈൻഡ്, അക്രോസ്, ഫ്രം ഈ വേർഡ്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ പാർക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. Our local park is a wonderful place to visit. There are many tall trees around the playground area. A small stream runs across from the main entrance. You can find benches on the grass under large palm trees. After a long walk, we like to sit on a bench behind the flower beds and watch the ducks swim in the pond. ഇതുപോലെ നിങ്ങൾക്ക് ലൈബ്രറി ഓർ കിച്ചൺ ഗാർഡൻ, ഹോം, പ്ലേ ഗ്രൗണ്ട് ഏതിനെ കുറിച്ച് വേണമെങ്കിലും എഴുതാം കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. റീഡ് ദ സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി. അപ്പോൾ സ്റ്റോറിയിൽ നിന്നുള്ള കുറച്ച് സെന്റൻസസ് നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ തന്നിട്ടുണ്ട്. അത് വായിക്കുക. ഹിയർ ബ്രൗൺ ആൻഡ് സ്മോൾ ആർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. സച്ച് വേർഡ്സ് ഡിസ്ക്രൈബ് ദ ക്വാളിറ്റീസ് ഓഫ് ഒബ്ജക്ട്സ് ഓർ പീപ്പിൾ. അപ്പോൾ 2 ഡിസ്ക്രൈബിംഗ് വേർഡ്സിനെ കുറിച്ച് ഇവിടെ തന്നിട്ടുണ്ട്. Read the paragraph from the story. Pick out the describing words. Write them in the box. അതേപോലത്തെ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് നമ്മൾ എഴുതിയാൽ മാത്രം മതി. As they climbed the steps to the veranda, ഉണ്ണിക്കുട്ടൻ saw the vast array of umbrellas, some with hook handles, hung on the rafters under the roof. Open umbrellas, both of cloth and palm leaves, filled up the veranda. ഇതൊക്കെയാണ് ആ ഒരു ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. Next, look at the picture of the garden below. Write a description using the following words. തന്നിരിക്കുന്ന following words വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് ചെയ്യണം പിക്ചറിനെ. There is a big tree in the middle of the garden. ഒരു സെന്റൻസ് അവർ തന്നിട്ടുണ്ട്, ബാക്കി നമ്മൾ എഴുതണം. നമുക്ക് നോക്കാം. There is a big tree in the middle of the garden. On the ground below the tree, we can see different kinds of flowers with various colors. Some of them are red, some are yellow, and some are white. The air was filled with the sweet, fresh scent of green leaves and soil. In one corner, a few small marigolds glowed with orange petals, contrasting beautifully with a big patch of short, happy-looking daisies. I felt excited to see a tiny hummingbird flit between the blossoms. There are people flying kites standing in this happy and peaceful garden. One would feel as if he is in a secret, wonderful world of beauty. അടുത്തത് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആണ്. ആക്ടിവിറ്റി 4. അതിൽ നമുക്ക് ചെയ്യാനുള്ളതാണ്. തന്നിരിക്കുന്ന സെൻറ്റൻസ് കണ്ടോ, ഇതൊന്ന് ഫില്ല് ചെയ്യുക. അമ്മു സ്പ്ലാഷസ് ഇൻ പഡിൽസ് അവർ തന്നിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ചെയ്യണം. ആദ്യത്തെ റാം ഡാൻസസ് ഇൻ ദ റെയിൻ, കുട്ടു ജംപ്സ് ഓവർ പഡിൽസ്. ഓക്കെ, ഇതിൽ ഓക്കെ ഡാൻസസ് ഇൻ ദ റെയിൻ, ജംപ്സ് ഓവർ പഡിൽസ്. പേര് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ കുട്ടികളുടെ. അടുത്തത്
Tarun plays with paper boats in rainwater pools. Lena storms in muddy water. Tanai makes puddle art with sticks. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓഫ് യുവർ എക്സ്പീരിയൻസ് ഓൺ എ റെയിനി ഡേ. നിങ്ങളുടെ ഒരു മഴക്കാല ദിവസത്തെ അനുഭവമാണ് കേട്ടോ, മഴ ദിവസത്തെ എക്സ്പീരിയൻസ് ആണ് എഴുതേണ്ടത്. When I heard the repeated sounds of thunder, I knew it was going to be a rainy day. The windows of my room were covered with drops of rain. It was not just a drizzle, it was a full, loud monsoon rain. Suddenly the lights and the fan were off as there was no current. I was thrilled at the heavy rain. I ran out of the house. I stomped over the puddles and danced in the rain. When I returned after about 1 hour, I was fully drenched. My mother scolded me for going out and playing in the rain. She asked me to change into dry clothes. She said I might catch cold. However, she made some hot coffee for me and asked me to rest in a warm place. The rain was still on and constant drumming of the rain on the tin roof was strangely soothing. Being in the rain was certainly an exciting experience for me. അപ്പോൾ ഇവിടെ ഇടിപൊട്ടുന്നതിൻ്റെ സൗണ്ട് ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. അതൊരു മഴ പെയ്യാൻ പോകുന്നു, മഴ ദിവസമാണെന്ന് എനിക്ക് അറിയായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ജനലിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, വെള്ളത്തുള്ളികൾ വരാൻ തുടങ്ങി. പിന്നെ വലിയൊരു സൗണ്ടോട് കൂടി മഴ പെയ്തു. പെട്ടെന്ന് കറണ്ടെല്ലാം പോയി വീട്ടിൽ. ഭയങ്കര ത്രില്ലായി. ഈ കുട്ടി വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടി. എന്നിട്ട് ആ ചെളിയിലും മഴയത്തും കളിച്ചു. 1 മണിക്കൂറോളം കളിച്ച് തിരിച്ചു വന്നു മുഴുവൻ നനഞ്ഞിട്ട്. അപ്പോൾ അമ്മ ഇത് കണ്ട കുട്ടിയെ ചീത്ത പറയുന്നുണ്ട് അല്ലേ. എന്നിട്ട് പോയി ഡ്രസ്സ് മാറ്റുമെന്ന് പറയും, അല്ലെങ്കിൽ ജലദോഷം വരുമെന്ന് പറയുന്നുണ്ട് അല്ലേ. എന്നിട്ട് അതിന് ശേഷം അമ്മ അവൾക്ക് ഒരു ഹോട്ടായിട്ടുള്ള ചൂട് കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാം പ്ലേസിൽ ചൂടുള്ളൊരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തി. അപ്പോഴും മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. റൂഫിലിങ്ങനെ മഴ വന്ന് തട്ടുന്ന സൗണ്ട് കേട്ടുകൊണ്ടേയിരുന്നു. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാണ് ഇവിടെ പറയുന്ന എക്സ്പീരിയൻസ്. അടുത്തത് 5ാമത്തെ ആക്ടിവിറ്റി, റീഡ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി ആണ്. കം ലെറ്റ്സ് ഗോ സെഡ് അച്ഛൻ. ഇറ്റ്സ് പ്ലേ ടൈം, ലെറ്റ്സ് പ്ലേ ഔട്ട്സൈഡ്. വി ഷാൾ ഡ്രോ എ പിക്ചർ. ലെറ്റ്സ് ഡ്രോ ദ പിക്ചർ ഓഫ് ദ സൺ. വി ഫീൽ ലൈക്ക് ഡാൻസിങ്. ലെറ്റ്സ് ഡാൻസ് ലൈക്ക് ബട്ടർഫ്ലൈസ്. ലെറ്റ്സ് ചേർത്ത് എഴുതുക, അത്രേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഇറ്റ്സ് സ്നാക്ക് ടൈം, ലെറ്റ്സ് ടേക്ക് അവർ സ്നാക്സ്. വി ലവ് സ്റ്റോറീസ്, ലെറ്റ്സ് ലിസൺ ടു എ ഫണ്ണി സ്റ്റോറി. അടുത്തത് ബിയുടെ ആൻസേഴ്സ് ആണ്. ഉണ്ണിക്കുട്ടൻ വാസ് തേഴ്സ്റ്റി വെൻ ഹി റീച്ച്ഡ് ഹോം. ലെറ്റ്സ് ഗീവ് ഹിം സം വാട്ടർ. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. ലെറ്റ്സ് ഗീവ് ഹിം ആൻ അംബ്രല്ല. ഹി ഈസ് അപ്സെറ്റ് അബൌട്ട് ദ ബ്രോക്കൺ സ്ലേറ്റ്. ലെറ്റ്സ് കൺസോൾ ഹിം. He lost his way while going back home. Let's help him to reach home. Unnikutan forgot his lunch. Let's share our lunch with him. Look at the sentences given below. It's better to go barefoot, Muttachan, who was watching him, said. Here Muttachan is cautioning Unnikutan about the precious precautions for the rainy season. But these days newspapers, television, radio and other media provide information on such precautions regularly. മഴ വരാൻ പോണതിനെ കുറിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്ത് കിട്ടുന്നുണ്ട്, ഇൻഫർമേഷൻസ് കിട്ടുമല്ലേ. ഇത് കണ്ടല്ലോ, നമുക്കറിയാം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ എങ്ങനെയാണ് മഴ ഉണ്ടാവുക. ജൂൺ മാസത്തിൽ ഹെവി റെയിൻ ആയിരിക്കും. ജൂലൈയിലും അങ്ങനെ തന്നെയാണ്. ഓഗസ്റ്റിൽ അത്ര മഴ ഉണ്ടാവില്ല, മോഡറേറ്റ് ആണ്. സെപ്റ്റംബറിൽ ഇല്ല, ലെസ് റെയിൻ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് തന്നിരിക്കുന്നത്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. Which month recorded the highest rainfall? The month of July recorded the highest rainfall. What is the temperature range in August? നിങ്ങൾ നോക്കൂ, ഓഗസ്റ്റിൽ 26 to 29 ആണ് കേട്ടോ. In which month does Kerala experience rain with strong winds? സ്ട്രോങ് വിൻഡോട് കൂടിയത് ഏത് മാസമാണ്? ജൂലൈ. വിച്ച് മന്ത് ഇസ് കൺസിഡർ ഈസിയസ്റ്റ് ഫോർ ട്രാവലിംഗ്? ട്രാവലിങ്ങിന് ഈസി ആയിട്ടുള്ളത് ഏതാണ്? ഓഗസ്റ്റ്. വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് റെയിൻ ഓൺ ഡെയിലി ലൈഫ് ഇൻ ജൂൺ? ഇൻ ജൂൺ ദ ഹെവി മൺസൂൺ റെയിൻ adversely affects the daily life of people. There is flooding in some areas, especially low-lying areas like field. What kind of rainfall leads to waterlogging? Lots of rain for long duration leads to waterlogging. അടുത്തത്, എ ഫ്രണ്ട് ഓഫ് യുവേഴ്സ് ഹു ലിവ്സ് എബ്രോഡ് ഈസ് പ്ലാനിങ് ടു വിസിറ്റ് കേരള ഇൻ ജൂൺ ഓർ ജൂലൈ. നിങ്ങളുടെ എബ്രോഡിലുള്ള ഫ്രണ്ട് ജൂൺ ജൂലൈയിൽ കേരളം വിസിറ്റ് ചെയ്യാൻ വരുന്നു. കൺസിഡറിങ് കേരളാസ് വെദർ കണ്ടീഷൻസ് ഇൻ ദീസ് മന്ത്, റൈറ്റ് സജഷൻ what suggestion would you give your friend about the journey regarding? അപ്പോൾ നമുക്കറിയാലോ കേരളത്തിലെ അവസ്ഥ, കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് ആ ഒരു ഫ്രണ്ടിന് നിങ്ങൾ എന്തൊക്കെ സജഷൻസ് കൊടുക്കും? ആൻസർ. അപ്പോൾ നമുക്കതിലൊരു ലെറ്ററായിട്ട് ഇവിടെ കൊടുക്കുകയാണ്.
ആക്ച്വലി ഇത് ലെറ്റർ ആയിട്ട് വേണ്ട, കാരണം ഇത് ലെറ്റർ അല്ല, സജഷൻസ് ആണ്. അപ്പോൾ യുവേഴ്സ് ലവിംഗ്ലി വേണ്ട കേട്ടോ. Dear Agil, I am glad to know you are planning to visit Kerala in June or July. In June, monsoon begins with heavy rain, flooding especially some low-lying areas. The temperature ranges between 25 to 27 degrees Celsius. July is not much different as there will be heavy rains for long durations, sometimes with strong winds causing waterlogging and landslides in hilly areas. The temperature ranges between 24 to 28 degrees Celsius. Traveling will not be that easy in these months. Outside activities are less in these months because of the threat of heavy rains. However, if you enjoy stomping in muddy water, play with paper boats in rainwater pools, splash in puddles or jump over them, make puddle art with sticks and dance in the rain, these months are most appropriate. Don't forget to bring an umbrella and a raincoat with you. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അടുത്ത് നോക്കൂ, യു ആർ എൻറ്ററിങ് ആൻ എക്സൈറ്റിംഗ് ഓൾ അബൌട്ട് മൈ സ്കൂൾ കോൺടെസ്റ്റ്. റൈറ്റ് എ ക്രിയേറ്റീവ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ സ്കൂൾ. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണം. 7ാമത്തെ ആക്ടിവിറ്റിയുടെ ആൻസർ വരുന്നത് My school is GUP School Palakkad. It is a huge, lively, bustling place. Every morning, the long, polished hallways wake up with the sounds made by the feet of the children. I am studying in class 6. I came to school by the school bus. My teachers are very friendly and they treat us with lots of love and affection. They work hard to teach us various subjects. My classmates are very friendly and we enjoy one another's company. We have a fine library which is full of interesting books. The classrooms are well ventilated and furnished. There is a garden right in front of the schools. It is full of flowers and we see butterflies and bees flying about, enjoying the nectar and the pollen. We have a beautiful playground where we play different games and have sporting activities. There is clean drinking water available. The toilets are always neat and clean. We are proud of our science lab which has many of the latest gadgets. We have different clubs in our school. Thus we have sports club, literary club, arts club, drama club and also a health club. Many activities happen in these clubs. The most important days of celebration here are the Republic Day and the school annual day. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങളുടേതായിട്ട് എഴുതാട്ടോ. അടുത്തത് ലുക്ക് അറ്റ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ. തന്നിരിക്കുന്നതിൽ താഴെ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കൂ. കൗണ്ടബിൾ നൗൺസും അൺകൗണ്ടബിൾ നൗൺസുമാണ്. നമുക്ക് എണ്ണാൻ കഴിയുന്നതാണ് കൗണ്ടബിൾ, എണ്ണാൻ കഴിയാത്തത് അൺകൗണ്ടബിൾ ട്ടോ. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്കൊന്ന് എടുത്ത് എഴുതാം. തന്നിരിക്കുന്നതിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആദ്യം എഴുതാം. ബുക്ക്, ആപ്പിള്, ബോക്സ്, ലീവ്സ്, ബനാന, ചെയർ, പെൻസിൽ, ബാഗ്, ബട്ടർഫ്ലൈ, ചിൽഡ്രൻ. എണ്ണാൻ പറ്റുന്നത്. എണ്ണാൻ പറ്റാത്തത് മിൽക്ക്, സോൾട്ട്, വാട്ടർ, എയർ, മണി, ഓയിൽ, റൈസ്, റെയിൻ, മഡ്, സ്നോ. അപ്പം നമുക്ക് മണി എന്ന് പറയുമ്പോൾ അത് എണ്ണാൻ പറ്റില്ല എന്നൊരു ഡൗട്ട് വരും. ആക്ച്വലി മണി അൺകൗണ്ടബിൾ ആണ് വരുന്നത് കേട്ടോ. അതങ്ങനെയാണ് വരുന്നത്, അതുകൊണ്ടാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Then snow. Okay. Next, identify other such countable and uncountable nouns ആണ്. School veranda, uniform, plate, glass, school bag, nail, wall, shoulders, bench. എണ്ണാൻ പറ്റുന്നതാണ്. എണ്ണാൻ പറ്റാത്തത് ഉപ്പുമാവ്, വാട്ടർ, സിൽവർ, ഇംഗ്ലീഷ്, മഡ്, എക്സൈറ്റ്മെന്റ്, നെർവസ്നെസ്, ഹെയർ, മിഡിൽ, റിംഗിങ്, അട്രാക്ഷൻ. ഇത്രയുമാണ് അൺകൗണ്ടബിളിൽ വരിക. ആദ്യത്തെ ബോക്സ് കൗണ്ടബിൾ, രണ്ടാമത്തെ അൺകൗണ്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കുറച്ച് സ്പീഡിലാണ് ഞാൻ പറഞ്ഞു പോയത്. അത് നിങ്ങൾ പൗസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക ആവശ്യമുള്ളവർ. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.